അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ ഒരു വീഡിയോ കിഡ്സ് ആയിട്ടുള്ള കുട്ടികൾ മാത്രമുള്ള ഉമ്മമാർക്ക് കിഡ്സിൻ്റെ പാക്കേജുകൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഹെൽപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പം ഇതാണ് നമ്മുടെ വെബ്സൈറ്റ്. നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ സഫാരിയോ ഏതാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ ilm4success.com അങ്ങനെ അടിച്ചാൽ, അല്ലെങ്കിൽ വെറുതെ ഗൂഗിളിൽ ilm4success എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ വെബ്സൈറ്റ് വരും ഇൻഷാ അല്ലാ. അപ്പം നിങ്ങൾ ആ ഒരു ഫ്രണ്ട് പേജ് കിട്ടുമ്പോൾ ഈ റൈറ്റ് സൈഡിൽ മുകളിലുള്ള 3 വര അതിന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം താഴെ സർവീസസ് കിഡ്സും പ്രൈസിങ് കിഡ്സും വരും. ഓക്കെ, അപ്പം സർവീസസ് കിഡ്സിൽ പോയാൽ നമുക്ക് കിഡ്സിനുള്ള സർവീസുകൾ എന്തൊക്കെയാണെന്ന് കാണാം. ഓക്കെ, അപ്പം മെയിനായിട്ട് കിഡ്സിന് ആദ്യം ഒരു കോഴ്സ് കാണാം, വൈ ഇസ്ലാം എന്ന് പറഞ്ഞിട്ട്. അത് ഫ്രീ കോഴ്സാണ്, ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള കോഴ്സാണ്. അത് കഴിയുമ്പോൾ കിഡ്സിന് ബോയ്സിൻ്റെ കമ്മ്യൂണിറ്റി കാണാം. ഓക്കെ, ലിറ്റിൽ മഹസിൻ എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി. പിന്നെ അത് കഴിയുമ്പോൾ കിഡ്സിൻ്റെ ഗേൾസിൻ്റെ കമ്മ്യൂണിറ്റി കാണാം, ലിറ്റിൽ മഹസിന എന്ന് പറഞ്ഞിട്ടുള്ള കമ്മ്യൂണിറ്റി. ഓക്കെ, അതും കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇനി വരാനുള്ള 2 കോഴ്സുകൾ, അതായത് ലേൺ ത്രൂ സ്റ്റോറീസിലൂടെയുള്ള പഠനവും പിന്നെ ഹൂസ് അള്ളാഹു ആരാണെന്നുള്ള പഠനം, അത് രണ്ടും വരാനുള്ള കോഴ്സാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കറൻ്റ്ലി ഉള്ള 2 കാര്യങ്ങളെന്ന് പറയുന്നത്, അതായത് ആദ്യത്തെ കോഴ്സ് വൈ ഇസ്ലാം എന്ന് പറഞ്ഞ കോഴ്സും പിന്നെ 2 കമ്മ്യൂണിറ്റി, ബോയ്സിനൊരു കമ്മ്യൂണിറ്റി ഗേൾസിനൊരു കമ്മ്യൂണിറ്റി, അത്രയാണ് ഉള്ളത്. ഇനി നമുക്ക് ഇതിന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഇതിലേതെങ്കിലും ഒരു സൈൻ അപ്പ് പ്ലാൻസ് എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ. അപ്പം ഇത് പർച്ചേസ് പേജിലേക്ക് പോകും. ഇവിടെ സൈൻ അപ്പ് പ്ലാൻസിൽ നമ്മൾ ബണ്ടിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്, അതായത് കോഴ്സുകളെല്ലാം കമ്മ്യൂണിറ്റിയും കൂടെ ഒന്നിച്ചെടുക്കാൻ പറ്റുന്നത്. ഇപ്പം നിങ്ങൾക്ക് ഫ്രീ ആയതുകൊണ്ട് വലിയ വ്യത്യാസമൊന്നും തോന്നില്ല, പക്ഷേ പെയ്ഡ് ആവുമ്പം ഇതിന് വ്യത്യാസങ്ങൾ വരും. ഓരോ പാക്കേജിൻ്റെ പ്രൈസൊക്കെ നിങ്ങൾക്ക് അപ്പം ചൂസ് ചെയ്യും. ഓക്കെ, ഇത്ര പൈസ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫ്രീ ആയതുകൊണ്ട് എല്ലാം ഒരുപോലെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം എന്താണെന്ന് വെച്ചാൽ ഈ ബണ്ടിൽ ഓഫർ എടുക്കാം. ഇതിൽ ഫضل ബണ്ടിൽ എന്ന് പറയുന്നത് നമുക്കിവിടെ നീല കളറിൽ എഴുതിയിട്ടുണ്ട്, കമ്മ്യൂണിറ്റി ഫോർ കിഡ്സ്, അതായത് ബോയ്സിൻ്റെ കമ്മ്യൂണിറ്റിയും കോഴ്സസും കിട്ടാൻ വേണ്ടിയിട്ട് ഫضل ബണ്ടിൽ, ഗേൾസിൻ്റെ കോഴ്സസും കമ്മ്യൂണിറ്റിയും കിട്ടാൻ വേണ്ടിയിട്ട് ഞഅ്മ ബണ്ടിൽ. അപ്പോൾ അതെടുത്താൽ മതി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. കാരണം അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ പിന്നെ കോഴ്സ് വേറെ കമ്മ്യൂണിറ്റി വേറെ നിങ്ങൾ എടുക്കണ്ട. അപ്പോൾ നിങ്ങൾക്ക് ഉള്ളത് 10 വയസ്സിൻ്റെ താഴെയുള്ള മോനാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ ഫضل ബണ്ടിലിൻ്റെ താഴെയുള്ള ബൈ നൗ ക്ലിക്ക് ചെയ്യാം. ഇനി മോളാണുള്ളതെങ്കിൽ ഞഅ്മ ബണ്ടിലിൻ്റെ താഴെയുള്ള ബൈ നൗ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മോനിന് വേണ്ടിയിട്ട് ഫضل ബണ്ടിൽ എടുക്കുകയാണ്. അപ്പോൾ ബൈ നൗ അത് ക്ലിക്ക് ചെയ്തു. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫضل ബണ്ടിലിനെ കുറിച്ച് ചെറിയൊരു ഡീറ്റെയിൽ അവിടെ ഉണ്ടാവും. കിഡ്സ് ബോയ്സ് 7 to 10 years കമ്മ്യൂണിറ്റി കോഴ്സസ്, അത്രയും. പിന്നെ ചെറിയ 1-2 കാര്യങ്ങൾ നിയമങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ടോ, നിങ്ങൾ നിങ്ങളുടെ കുട്ടീൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. കാരണം ചെറിയ കുട്ടികളല്ലേ, അപ്പോൾ അവരെന്താ ചെയ്യുന്നത് നിങ്ങൾ നോക്കണം. പിന്നെ ഒരു വാട്സപ്പ് നമ്പർ നിങ്ങളെ അടുത്ത് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കണം. കാരണം നമുക്ക് പല കാര്യങ്ങളും അന്വേഷിക്കാനും അല്ലെങ്കിൽ അവരെ ഗ്രൂപ്പാക്കിയിട്ട് മെൻറ്റർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ ജെൻഡർ സെഗ്രിഗേഷൻ, അതായത് നിങ്ങൾ കറക്റ്റായിട്ട് ബോയ് ആണോ ഗേൾ ആണോ എന്ന് കൊടുക്കണം. എന്നാലേ കറക്റ്റ് ബോയ്സിൻ്റെ ഗേൾസിൻ്റെ ഗ്രൂപ്പിൽ അവർ ആഡ് ആവുള്ളൂ. ബോയ്സ് ഗേൾസിൻ്റെ ഗ്രൂപ്പിൽ ആഡ് ആയാലും തിരിച്ച് ആഡ് ആയാലും ഒക്കെ ബുദ്ധിമുട്ടാണ്, നമുക്കറിയാലോ. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പിന്നെ ഐഡൻറ്റിറ്റീൻ്റെ കാര്യത്തിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യും, അന്വേഷിക്കും. ഇനി അതിൻ്റെയും അടുത്ത ലെവലിൽ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ ചിലപ്പോൾ നമ്മൾ ആധാർ കാർഡ് പോലെ എന്തെങ്കിലും വെരിഫിക്കേഷനൊക്കെ വേണ്ടിയിട്ട് ചോദിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ആദ്യം പറഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് ഫ്രീ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയാണ്. ഇപ്പോൾ പെയ്ഡ് ആകുമ്പോൾ നമുക്ക് ഈ സമയത്ത് ഇവിടെ പേയ്മെൻറ്റിനുള്ള ലിങ്കുകളൊക്കെ വരും. ഓക്കെ, ഇപ്പോൾ ഫ്രീ ആയിട്ട് ആയതുകൊണ്ട് നിങ്ങൾ ഒരു മെയിൽ ID ഇവിടെ കൊടുക്കണം. ഇപ്പം എന്തെങ്കിലും ഒരു മെയിൽ ID, ഞാനിവിടെ സാമ്പിളിന് ഒരു മെയിൽ ID കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഫുൾ പേര് കൊടുക്കുക. അപ്പോൾ ബോയ് ആണെങ്കിൽ അബ്ദുള്ള എന്ന് കൊടുക്കുകയാണ് കേട്ടോ, അതാണ് മോൻ്റെ പേരെന്ന് വെക്കുക. എന്നിട്ട് ഒരു ഫോൺ നമ്പർ, കറക്റ്റ് ഫോൺ നമ്പർ കൊടുക്കണം നിങ്ങളവിടെ, നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുന്ന. ഓക്കെ, അത് കൺട്രി, ഇപ്പം ദുബായ് ഒക്കെ ആണെങ്കിൽ കൺട്രി കോഡ് കൂടെ കൊടുക്കണം. അപ്പം കിഡ് ആയതുകൊണ്ട് 10 years ഓർ ബിലോ. പിന്നെ നമ്മൾ മോന് വേണ്ടിയിട്ടല്ലേ എടുക്കുന്നത്, അപ്പം മെയിൽ അത്രയും കൊടുക്കുക. ഇത് ടിക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ടു അവർ മെയിൽ ലിസ്റ്റ്. പിന്നെ ഐ ഹാവ് റെഡ് ആൻഡ് എഗ്രി, കാരണം ഇവിടെ താഴെ പറഞ്ഞിട്ടുണ്ട് അള്ളാൻ്റെ പേരിൽ നമ്മളിവിടെ മേലെ കൊടുത്ത വിവരങ്ങളൊക്കെ സത്യമാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആർക്കും ബോയ്സ് ഗേൾസിൻ്റെ ഗ്രൂപ്പിലും ഗേൾസ് ബോയ്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ കയറുമ്പം അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാ. അപ്പം ഇത് റീഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് താഴെ സൈൻ അപ്പ് ഫോർ ഫ്രീ കൊടുക്കുക. ഇവിടെ നിങ്ങളത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷേ നിങ്ങളിത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു പാസ്വേഡ്
മോൻ്റെ പേര് വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളൊരു പാസ്വേഡ് അവിടെ സെറ്റ് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ക്രിയേറ്റ് അക്കൗണ്ട് വന്നു. ഓക്കെ, ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം കാണുന്നത് നിങ്ങളുടെ ഡാഷ്ബോർഡ് എന്നാണ്. അതായത് ഈ കുറേ കോഴ്സുകളിൽ നിങ്ങൾ എന്തൊക്കെയാണ് എടുത്തത്. അപ്പോൾ നിങ്ങൾക്കിപ്പം എടുത്തത് ബോയ്സിനുള്ള പാക്കേജ് അല്ലേ, അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴ്സ് ഇവിടെ കിട്ടി. വൈ ഇസ്ലാം എന്ന് പറയുന്ന കിഡ്സ് കോഴ്സും കിട്ടി, നിങ്ങളുടെ മോനുള്ള ആ കമ്മ്യൂണിറ്റിയും കിട്ടി. ഓക്കെ, അപ്പോൾ കോഴ്സ് നിങ്ങൾ ഇവിടെ വ്യൂ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കോഴ്സസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. ഇവിടെ സ്റ്റാർട്ട് കോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് കോഴ്സസ് ഒക്കെ എടുത്ത് പഠിക്കാൻ പറ്റും ഇൻഷാ അല്ലാ. അതിൻ്റെ കൂടെ ക്വിസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇപ്പം കോഴ്സ് ലെസൺസ് അപ്ലോഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. ഇനി തിരിച്ച് നിങ്ങൾക്ക് പോകണമെന്ന് വെക്കാം. ഓക്കെ, സോറി, കമ്മ്യൂണിറ്റിയിലാണ് കയറേണ്ടത്. അപ്പം ഇവിടെ വ്യൂ പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കമ്മ്യൂണിറ്റിയിലെത്തും. ഓക്കെ, അപ്പം ഇവിടെ ഇതാ കമ്മ്യൂണിറ്റിക്ക് കുറച്ച് റൂളുകളൊക്കെ ഉണ്ട്. അത് ആദ്യം പറയും. റിയൽ ടൈം ഇൻട്രാക്ഷൻ ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് കൊടുക്കണം, നമ്മൾ മോഡറേറ്റേഴ്സ് അവിടെ ഉണ്ടാവും, നിങ്ങൾ കമ്മിറ്റ്മെൻറ്റ് ആ ഒരു റെസ്പെക്റ്റും ഹോണസ്റ്റിയും സത്യസന്ധതയൊക്കെ കീപ്പ് ചെയ്യണം, മിസ്യൂസ് ചെയ്യരുത്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ആക്സെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടാണ് കമ്മ്യൂണിറ്റിയിൽ കയറ്റുക. ഓക്കെ, കമ്മ്യൂണിറ്റിയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് വരും. അതിനിവിടെ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ 3 വര കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യാം. ഈ സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ ആദ്യം ഹോം പേജ്, അത് കഴിയുമ്പം ലെവലപ്പ് എന്ന് പറഞ്ഞ് കാണാം. ലെവലപ്പ് എന്ന് പറയുന്നത് ചലഞ്ചുകളാണ്. നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ കുട്ടികൾക്ക് കൊടുക്കും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ലെവലപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ചലഞ്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വരും. ഇപ്പം ഇവിടെ ഒരു ചലഞ്ച് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ട്. ലെറ്റ്സ് എന്താണ് ബ്രേക്ക് ദ ഐസ്. അത് ക്ലിക്ക് ചെയ്ത് നോക്കുക എന്താണ് ഈ സംഭവം എന്ന് വെച്ചാൽ. കാരണം നിങ്ങൾ കിഡ്സ് ബോയ്സ് അല്ലേ, അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ആ ചലഞ്ച് എന്ന് വരും. ഇങ്ങനെ എപ്പോഴും ചലഞ്ചസ് അവിടെ ഉണ്ടാവും ഓരോന്നായിട്ട്. അപ്പം ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് കുട്ടീനെ അടുത്ത് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, ടെൽ us യുവർ നെയിം ആൻഡ് എ ലിറ്റിൽ ബിറ്റ് അബൌട്ട് ഹൂ യു ആർ, എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾക്ക് എങ്ങനെ വോയിസ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും പറയാം. ജോയിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും അത് പറയാം. പിന്നെ അടുത്തത് ടെൽ us ഇഫ് യു ഹാഡ് എ റോബോട്ട് ടു ഹെൽപ്പ് യു വിത്ത് സ്കൂൾ. അതായത് നിങ്ങൾ സ്കൂളിലെ പണിക്ക് ഒരു റോബോട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ എന്ത് പണിയാണ് ആ റോബോട്ടിന് കൊടുക്കുകയെന്ന്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഉത്തരങ്ങൾ ടൈപ്പ് ചെയ്തിട്ടോ വോയിസ് ആയിട്ടോ വീഡിയോ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇതിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കൊടുക്കാം. ഓക്കെ, അപ്പം അത് കമ്മ്യൂണിറ്റിയിലുള്ള ഒരു ടൈപ്പ് ഓഫ് ആക്ടിവിറ്റി. ഇനി ബാക്കോട്ട് വരുമ്പോൾ നമ്മൾ വീണ്ടും ഇത് താഴോട്ട് സ്ക്രോൾ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ലിറ്റിൽ മഹസിൻ എന്ന് പറഞ്ഞിട്ട് ഇനി ഇതിൻ്റെ തൊട്ട് താഴെ ഹാൾ ഓഫ് ഫെയിം എന്ന് പറഞ്ഞിട്ട് കാണാം. ഈ ഹാൾ ഓഫ് ഫെയിം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മോന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവന് പോയിൻറ്റ്സ് കിട്ടും. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ പോയിൻറ്റുകൾ ഇവിടെ കണ്ടു. 0 ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് കമ്മ്യൂണിറ്റിയിൽ എന്ത് ചെയ്ത് കഴിഞ്ഞാലും പോയിൻറ്റ്സ് കിട്ടും. വെറുതെ ഒരു മെസ്സേജ് ഇട്ടാലും ഒക്കെ പോയിൻറ്റ്സ് കിട്ടും. അപ്പോൾ ആ പോയിൻറ്റുകളൊക്കെ ഇവിടെ ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് കൂടുതൽ പോയിൻറ്റ് കിട്ടുമ്പോൾ ഇവിടെ കുറേ ബാഡ്ജസ് ഒക്കെ ഉണ്ട്. ആ ബാഡ്ജുകളൊക്കെ കിട്ടും. ഇപ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുവരെ ഈ കമ്മ്യൂണിറ്റിയിൽ ആക്റ്റീവായിട്ടുള്ള കുട്ടികളും അവർക്ക് കിട്ടിയ പോയിൻറ്റ്സുമാണ് കാണുന്നത്. അപ്പോൾ അത് നേടുന്നതിനനുസരിച്ച് ഇങ്ങനെ മുകളിലേക്ക് പോകും. ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് കുറച്ചേ വന്നിട്ടുള്ളൂ. ഓക്കെ, ഇൻഷാ അല്ലാ. ഇനി വീണ്ടും നമ്മൾ അതിലേക്ക് വരികയാണ്. അപ്പം ഇവിടെ ടുഗെദർ ഇസ് ബെറ്റർ കണ്ടോ. അത് എന്താണ്, ഒരു ചാറ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ പോലെ നമുക്ക് ആ കുട്ടികൾക്ക്, അതായത് കിഡ്സ് കമ്മ്യൂണിറ്റിയിലുള്ള കുട്ടികൾക്ക് ബോയ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. വെറുതെ അവരിവിടെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തമ്മിൽ പരിചയപ്പെടുകയും ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. അതാണ് ടുഗെദർ ഇസ് ബെറ്റർ. ഇനി അതേപോലെ വേറൊരു സംഭവം കൂടെ നിങ്ങൾക്ക് കാണാം. കുറച്ചും കൂടെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ ഓക്കെ, വൈബ് സ്പേസ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം കാണാം. അത് അവർക്ക് എന്താണ്, അവരുടെ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെയുള്ള ഒരു സ്പേസാണ്. അവിടെ അവർക്ക് എന്ത് വേണമെങ്കിലും, അവർക്ക് എന്തെങ്കിലും ഒരു ഫോട്ടോ, അവർ കളിക്കുന്ന അല്ലെങ്കിൽ അവർ വരച്ച ഒരു പെയിൻറ്റിങ്ങോ അങ്ങനെ എന്ത് വേണമെങ്കിലും അവർക്ക് അപ്ലോഡ് ചെയ്തിട്ട് ഇവിടെ, അതായത് അവിടെ അതേപോലെയുള്ള മറ്റ് മുസ്ലിം ഈ പ്രായത്തിലുള്ള ഫ്രണ്ട്സ്, ബോയ്സ് ആണെങ്കിൽ ബോയ്സ്, ഗേൾസ് ആണെങ്കിൽ ഗേൾസ് ആ ഗ്രൂപ്പിലുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ നിർബന്ധമായിട്ടും ബോയ്സിൻ്റെ ഗ്രൂപ്പിൽ ഗേൾസും ഗേൾസിൻ്റെ ഗ്രൂപ്പിൽ ബോയ്സും കയറാൻ പാടില്ല എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ തെറ്റി കൊടുത്താലും നമ്മളത് ബാക്കിൽ നിന്ന് വെരിഫൈ ചെയ്തിട്ടൊക്കെ അത് കയറിപ്പോയാലും നമ്മൾ റിമൂവ് ചെയ്യും. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കുറച്ചും കൂടെ
വളരെ എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പം ഇത്രയാണ് ഇപ്പം ഉള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ കോഴ്സും മെയിനായിട്ട് കമ്മ്യൂണിറ്റിയിൽ കയറി കഴിഞ്ഞാൽ ഇത് കുറേ ആളുകളൊക്കെ വന്ന് കുറേ കുട്ടികളൊക്കെ വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റീസൊക്കെ കുട്ടികൾക്കും എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ എൻറോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്.